ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരം ഭയങ്കര ഇടിയും മഴയും മിന്നലും കാറ്റും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു നല്ല ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ആ ചായക്ക് വേണ്ടിയിട്ട് ഞാനിന്നുണ്ടാക്കിയ പലഹാരമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സാധാരണ ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് ഒരു 3-4 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച് അത് അരച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കിയത് 1 ഗ്ലാസ് ഉഴുന്ന് കഴുകി അതൊരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ശേഷം കുക്കർ നല്ലോണം അടച്ച് ഫുൾ സ്പീഡിൽ കുക്കറിൽ ഒരു 5 വിസിൽ വരുത്തിച്ചു. ആ കുക്കറിൻ്റെ ഫുൾ വിസിലും കഴിയുന്നതുവരെ വെയിറ്റ് ചെയ്ത് കുക്കർ ഓപ്പൺ ആക്കി അതൊന്ന് നല്ലോണം വെന്തോന്നും ചെക്ക് ചെയ്യുക. എൻ്റേത് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആ കുക്കറിലുള്ള വെള്ളം കൂടി എടുത്തിട്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ആ കുക്കറിലുള്ള ആ വെള്ളം കൂടി മാത്രം എടുത്തിട്ട് മിക്സിയിൽ നല്ലവണ്ണം അരയണം. കുറച്ച് നല്ലോണം തന്നെ അരയണം. അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ജീരകം, എള്ള്, ചിലരതിൽ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി അങ്ങനെയെല്ലാം ആഡ് ചെയ്യും. പക്ഷെ ഞാൻ അതുപോലെ ഒന്നുമല്ല. ഇതൊരു മുറുക്കിൻ്റെ ഷേപ്പിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുറുമുറാന്നിരിക്കാൻ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. അതിന് വേണ്ടിയിട്ട് അരച്ച മാവിലേക്ക് കുറച്ച് എള്ളിട്ടു, പിന്നെ കുറച്ച് ജീരകം, ഇതിലേക്ക് പച്ചരിപ്പൊടിയാണ് വേണ്ടത്. പുഴുങ്ങലരിയുടെ പൊടി എടുക്കരുത്. പച്ചരി നല്ല നൈസാക്കി പൊടിച്ചിട്ട് അതിലേക്ക് വറുക്കണം. ആ വറുത്ത പൊടി മാത്രമേ ഇതിലിടാവുള്ളൂ. അതും പിന്നെ കറിവേപ്പിലയും എള്ളും ചെറിയ ജീരകവും നല്ലോണം മിക്സ് ആക്കുക. ഈ മിക്സിയിൽ അരച്ചതിനകത്ത് കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ കുക്കറിൽ വേവിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ടത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ആ മാവ് നല്ലൊരു ചപ്പാത്തീൻ്റെ മാവ് ആ ഒരു കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമുക്ക് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിടാം. അധികം വലുതാക്കരുത്. ചെറുതാകുമ്പോഴാണ് അത് നല്ല മൊരിഞ്ഞ് ഉള്ളെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള കിട്ടും. ഫ്ലെയിം നല്ല കൂട്ടി വെക്കണം ആദ്യം. പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ചെറിയ തീയിൽ നല്ലോണം ഉള്ളിൽ മൊരിഞ്ഞ് കിട്ടും. ഇത് 2 ഭാഗവും മറിച്ചിട്ട് നല്ല രീതിയിൽ മൊരിച്ചെടുക്കണം. ഞാൻ എപ്പോഴും പലഹാരം ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഉപയോഗിക്കുള്ളൂ. അതിൽ തന്നെ മാക്സിമം ഉണ്ടാക്കിയിട്ട് ആ എണ്ണ അങ്ങ് കളയുകയോ ചെയ്യുക. അല്ലാതെ ഉപയോഗിച്ച എണ്ണ തന്നെ പിന്നെയും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നല്ല ഫ്ലെയിം കുറച്ചിട്ട് ഉള്ളിലും പുറത്തുമെല്ലാം നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ട് വൈകുന്നേരത്തെ ചായേൻ്റെ ഒപ്പം ഇത് കുടിക്കാൻ അടിപൊളിയാണ്. ഒരുപാട് സൂപ്പർ എന്നല്ല, ഒരു വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ്. നമുക്ക് പെട്ടെന്നൊരു മുറുക്ക് പോലെയോ ഉഴുന്നുവട നല്ലോണം മൊരിഞ്ഞതുപോലെയോ അങ്ങനെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണിത്. അല്ലാതെ ഒരുപാട് അടിപൊളി അല്ലെങ്കിൽ സൂപ്പർ എന്നൊന്നും ഞാൻ പറയില്ല. ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കൊരു എവിടെയെങ്കിലും കൊണ്ടുപോകാനെല്ലാം ഉണ്ടാക്കാൻ ഇത് അടിപൊളിയാണ്. കുറച്ച് ഒരു 3-4 ദിവസത്തേക്കൊന്നും ഇത് വെച്ചാൽ ചീത്തയായി പോകത്തൊന്നുമില്ല. സോസിൻ്റെ കൂടെയോ നല്ലൊരു ചിക്കൻ കറീൻ്റെ കൂടെയോ മീൻ കറിയോ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കറി കൂട്ടി തിന്നാനും വെറുതെ കടിച്ച് തിന്നാനും എങ്ങനെയായാലും ആവറേജ് ഒക്കെയാണ്. ഒരുപാട് നല്ലത് എന്ന് ഞാൻ പറയില്ല.